ലെ ഒളിമ്പിക്സ് മത്സരം എന്ന് പറയുന്നത് ബെർലിനിലാണ് ഫൈനൽ മത്സരം നടക്കുക. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നത് ജർമ്മനി. ആരുടെ ജർമ്മനി? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറിന്റെ സ്വന്തം ജർമ്മനി മത്സരിക്കുന്നത് സ്വാതന്ത്ര്യം പോലും കിട്ടാത്ത ഈ ഇന്ത്യക്കെതിരെ. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിക്കാരനായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. 10,000-കണക്കിന് കായിക പ്രേമികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ബെർലിൻ ഒളിമ്പിക്സിന്റെ ഹോക്കി മൈതാനത്ത് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഒരു ഇന്ദ്രജാല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നതാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ പിന്നീടുള്ള റിപ്പോർട്ടിൽ എഴുതിയതാണ്, ഞങ്ങളൊരു മത്സരമായിരുന്നില്ല, പകരം ഇന്ദ്രജാല പ്രകടനമായിരുന്നു കണ്ടത് എന്നതാണ്. ബെർലിൻ ഒളിമ്പിക്സിൽ 1-8 ഗോളുകൾക്ക് ഇന്ത്യ ജർമ്മനിയെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ വിളിപ്പിച്ചു. വലിയ ഓഫറുകളാണ്. ജർമ്മനിയിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലം വളരെ സുഖലോലുപതയിൽ ജീവിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി തരാമെന്നും മിലിറ്ററിയിലടക്കം വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ ഓഫർ ചെയ്തിട്ടും ഈ രാജ്യത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ധ്യാൻചന്ദ് ആ ഓഫറുകളൊക്കെ നിരസിച്ച് അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചെത്തുകയും പിന്നീടും ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത ഒരു അതുല്യ പ്രതിഭയാണ് ധ്യാൻചന്ദ്. ഓരോ കായിക ദിനം ആചരിക്കുമ്പോഴും ഈ രാജ്യം ലോക കായിക മേഖലയിൽ ഏറ്റവും ഉന്നതിയിലെത്താനും നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി കായിക പ്രതിഭകൾ പിറവിയെടുക്കാനും കാരണമാകുന്ന നിരവധി പരിപാടികളും പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരു മികച്ച കായിക ദിനം ആശംസിക്കുന്നു.